നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുമ്പോഴും സ്വന്തം പദവി ഉറപ്പിക്കാനായി തിരക്കിട്ട നീക്കങ്ങളുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിച്ച കെ സുധാകരൻ മുരളീധരനുമായും കൂടിക്കാഴ്ച നടത്തി. സാമുദായിക പിന്തുണ ഉറപ്പിച്ച് സജീവമാകാനുള്ള നീക്കത്തിലാണ് രമേശ് ചെന്നിത്തല. പുനഃസംഘടനാ ചർച്ചയെന്ന് കേട്ടാൽ പുറമെ കൈമലർത്തും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന ഭാവം. എന്നാൽ അകത്ത് സ്ഥാനമുറപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ എങ്ങും കാണാം. എ.കെ. ആന്റണിയും രമേശ് ചെന്നിത്തലയും കണ്ടതിലൂടെ കെ സുധാകരൻ നൽകിയ സന്ദേശം വ്യക്തം. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് താൻ സജീവമെന്ന് ആവർത്തിച്ചുറപ്പിക്കാൻ കൂടിക്കാഴ്ചകൾ തുടരാനാണ് കെ സുധാകരന്റെ തീരുമാനം. കെ മുരളീധരനെ കണ്ടതും ഇതേ നീക്കത്തിന്റെ ഭാഗം. കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുമ്പോഴും പുനഃസംഘടനാ ചർച്ചയെ തള്ളുകയാണ് കെ മുരളീധരൻ. എന്നാൽ തൃശൂർ ചർച്ചയായത് സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് തൃശ്ശൂരിൻ്റെ വിഷയം കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടരണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ പിന്തുണ ഉറപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല. മറുഭാഗത്തും മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വി.ഡി. സതീശന് ക്ഷണം കിട്ടിയപ്പോൾ NSS വർഷങ്ങൾക്ക് ശേഷം ചേർത്ത് നിർത്തിയത് രമേശ് ചെന്നിത്തലയെ കരുത്തനാക്കി. പിന്നാലെ SNDP പരിപാടിയിലെ സാന്നിധ്യത്തിലൂടെയും രമേശ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില സന്ദേശങ്ങൾ നൽകുന്നു. ഞാനെന്നും കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. സാമുദായിക പിന്തുണ തനിക്കുണ്ടെന്ന് തെളിയിക്കുന്ന രമേശിന്റെ ആദ്യ ലക്ഷ്യം DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ താൻ പറയുന്നവർക്ക് കൂടി പ്രാതിനിധ്യം ഉറപ്പിക്കലാണ്. വിശാലമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മണിയാർ മോഡലിൽ കൂടുതൽ വിഷയങ്ങൾ രമേശ് വരുന്നാളുകളിൽ ഉയർത്തും. മീഡിയ 1 തിരുവനന്തപുരം.